നമ്മുടെ BJP നേതാവ് കൃഷ്ണകുമാറിൻ്റെ വിഷയത്തിൽ പോലീസ് എല്ലാ കാര്യങ്ങളും ധനകാര്യ ഓഡിറ്റിങ്ങിന് വിധേയമാക്കാൻ പോകുന്നു. എന്താണ് സംഭവിച്ചതെന്നും എത്ര രൂപയാണ് വന്നതെന്നും എന്തുകൊണ്ടാണ് അങ്ങനെ അതിലേക്ക് എത്തിച്ചേർന്നതെന്നും അതിൽ തട്ടിപ്പ് മാത്രമല്ല വെട്ടിപ്പും ഉണ്ടായിരുന്നോ എന്നും ഒക്കെയാണ് അന്വേഷിക്കുന്നത്. ചില രേഖകളൊക്കെ പുറത്തുവിട്ട് മുന്നേറിക്കൊണ്ടിരുന്ന കൃഷ്ണകുമാറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ 64 ലക്ഷം രൂപ നഷ്ടപ്പെട്ടുവെന്നും 25 കിട്ടിയാൽ തീരാമെന്നും പറഞ്ഞതിൻ്റെ സാങ്കത്യം എന്താണെന്ന ചോദ്യത്തിന് തൃപ്തികരമായി അദ്ദേഹത്തിനൊരു മറുപടി പറയാൻ പറ്റിയില്ല. അതടക്കമുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ പരിശോധിക്കപ്പെടാൻ പോകുന്നത് എന്നാണ് ലഭിച്ച വിശ്വസനീയമായ വിവരം. നമ്മുടെ നടൻ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയയുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അവിടെ പണിക്ക് നിന്നിരുന്ന ആളുകൾ അവർ ആ സ്ഥാപനത്തിൻ്റെ പണം അപഹരിച്ചുവെന്നും QR കോഡിലൊക്കെ മാറ്റം വരുത്തി അത് തട്ടിയെടുത്തു എന്നുമായിരുന്നു ആരോപണവും ആക്ഷേപവും കേസ് കൊടുക്കലുമൊക്കെ. അതിനെ അവരെ വിളിച്ചു വരുത്തി റെക്കോർഡ് ചെയ്തതും അതിൽ അഹാനയുടെ ചോദ്യങ്ങൾ സൃഷ്ടിച്ച എന്തൊക്കെയോ തരംഗമെന്നോ എന്തൊക്കെയോ പറയുന്നത് കേട്ടു. അങ്ങനെ സൃഷ്ടിച്ചു, തരംഗമടിച്ചു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കേട്ടു. ഏതായാലും അപ്പോഴേക്ക് ഈ വീഡിയോ ദൃശ്യത്തിൽ സമ്മതിച്ചവരെല്ലാവരും പത്രസമ്മേളനത്തിൽ വളരെ ആത്മവിശ്വാസത്തോടെ റാങ്കോടുകൂടി പാസ്സായ ചില കുട്ടികളെപ്പോലെ വളരെ ചടുലതയോടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ അവർ അങ്ങോട്ട് പറഞ്ഞു. ആ പറഞ്ഞ കൂട്ടത്തിലാണ് പറഞ്ഞത് നികുതി വെട്ടിക്കുന്നതിന് വേണ്ടി തങ്ങളുടെ അക്കൗണ്ടിലേക്ക് അയക്കാൻ പറഞ്ഞതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. അതിൽ എന്തോ ഒരു പന്തികേടുണ്ടെന്ന് കേട്ടവർക്കും തോന്നി, പോലീസിനും തോന്നി. എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ഏകപക്ഷീയമായി ഒരാൾ പറയുന്നത് പോലെ, എന്ന് വെച്ചാൽ പരാതി കൊടുത്ത ദിയ പറയുന്നത് പോലെ അത് പൂർണ്ണമായും അവർ കാശ് മോഷ്ടിക്കാൻ വേണ്ടി മാത്രം തുറന്ന ഒരു QR കോഡ് കടയാണോ, ഇനി അതല്ല അത് ഇവരെല്ലാവരും കൂടി ചേർന്ന് തുറന്നു വെച്ച് ഈ സാമ്പത്തിക ധനാപഹരണം അല്ലെങ്കിൽ നികുതി വെട്ടിക്കാൻ വേണ്ടി തുറന്നു വെച്ചത് മറ്റൊരു തരത്തിലേക്കായതാണോ എന്ന് അന്വേഷിക്കുന്നു എന്നതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം. രണ്ടാമത്തെ കാര്യം, അതിൽ ഒത്തുതീർപ്പുണ്ടാക്കിയ സംഗതിയിൽ 5 ലക്ഷം രൂപ വീതം 5 പേര് 25 ലക്ഷം രൂപ കൊടുത്താൽ തീരാം എന്ന് പറയുന്ന എഗ്രിമെൻറ്റിലേക്ക് എത്തിച്ചേർന്നതിനെ സംബന്ധിച്ച് മാധ്യമപ്രവർത്തകർ 64 നഷ്ടപ്പെട്ട ആളിന് 25 എങ്ങനെ തൃപ്തിയാവും എന്ന് ചോദിച്ചപ്പോൾ അത്രയെങ്കിലും കിട്ടുമല്ലോ എന്ന് ഓർത്തു എന്നൊക്കെ പറയുന്ന മറുപടിയിൽ ഒരു സുഖക്കുറവുണ്ട്, ഒരു ചേർച്ചയില്ലായ്മയുണ്ട്. അതുകൂടി പരിഗണിച്ചാണ് ഇപ്പോൾ എല്ലാ കണക്കുകളും ഓഡിറ്റ് ചെയ്യാനും സാമ്പത്തിക ഈ പറഞ്ഞ സംഗതിയിൽ എന്താണ് നടന്നതെന്ന് ബോധ്യപ്പെടാനും ഒക്കെ തീരുമാനിച്ചിരിക്കുന്നത്. നല്ലതാണ്, സമഗ്രമായി അന്വേഷിക്കുക തന്നെ വേണം. അങ്ങനെ അന്വേഷിക്കുന്നതിലൂടെ എന്തെങ്കിലും മുൻവിധിയോടെ ആരുടെയെങ്കിലും ജാതിയോ രാഷ്ട്രീയമോ മതമോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും പരിഗണിക്കപ്പെടാതെ വളരെ സ്വതന്ത്രമായി ഒരു സംരംഭം നടത്തുന്ന ആൾ ഉന്നയിച്ച ഒരു ആക്ഷേപം എന്നുള്ള നിലയിൽ തന്നെ അതിനെ കാണണം. മറുവശത്ത് അവിടെ പണിയെടുക്കുന്ന തൊഴിലാളികളാണ് എന്നുള്ള പക്ഷവും അതിനോടൊപ്പം തന്നെ ഉണ്ടാകണം. അതുകൊണ്ട് കൃത്യമായി അന്വേഷിച്ച് ശരിയായ വിവരങ്ങൾ പുറത്തു വരട്ടെ.